ഹബീബിന്റെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ബദറും ഉഹദും ഖന്തഖും ഹുനൈനും കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുറച്ചാളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തു. അല്ല, നമ്മുടെ മക്കളെ കാണാൻ നേരമില്ലാതെ എത്രയാ നമ്മൾ നബിയുടെ കൂടെ യാത്ര പോയത്, നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഇരിക്കാൻ നേരമില്ലാതെ എത്ര യുദ്ധങ്ങളിലേക്കാണ് നമ്മൾ പോയത്, നമ്മുടെ സ്വന്തം പേരക്കുട്ടികളെ ഒരു നോക്ക് കാണാൻ പോലും നേരമില്ലാതെ എത്രയാ നമ്മൾ കഷ്ടപ്പെട്ടത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അമൃതങ്ങളുടെ ഒരു സംഭവം തന്നെ ഉണ്ട്. അമൃതങ്ങൾ മദീനയിലൂടെ പോകുമ്പോഴേ ഒരു ചെറിയ പെൺകുട്ടി, ചെറിയ കുട്ടി, 2 വയസ്സ് 3 വയസ്സ്, 2 വയസ്സുള്ള കുട്ടി ഇങ്ങനെ നടക്കുന്നു, വീഴുന്നു. മെലിഞ്ഞുണങ്ങിയൊരു കുട്ടിയാണ്. അയ്യുക്കും അയ്യുക്കും ആരുടെ മോളാണിതെന്ന് ആർക്കെങ്കിലും അറിയുമോ? അമൃതങ്ങൾ ചോദിച്ചു, ആരുടെ മോളാ, ആരുടെ കുട്ടിയേത്, ആരായി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാത്തത്, ആരാ മക്കളെ നോക്കാത്തത് എന്നാണ് ഈ ചോദ്യം. അപ്പോഴാണ് പിന്നിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമറേ, ഉപ്പാ, ഇത് നിങ്ങളുടെ കുട്ടിയാണല്ലോ, ഇത് നിങ്ങളുടെ കുട്ടിയാണ്. എന്റെ കുട്ടിയോ? എനിക്കിങ്ങനെ കുട്ടിയില്ലല്ലോ. ഉപ്പാ, ഇത് നിങ്ങളുടെ മകൻ അബ്ദുള്ള എന്ന എന്റെ മോളാണിത്. എന്റെ മോളോ അബ്ദുള്ള? അതേ ഉപ്പാ. എന്തേ ഈ കുട്ടിയുടെ കോലം ഇങ്ങനെ, ഈ കുട്ടിക്ക് ഭക്ഷണം കിട്ടാറില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ യഥേഷ്ടം തരാറില്ലല്ലോ, കുറച്ചല്ലേ നിങ്ങൾ തരാറുള്ളത്, അതുകൊണ്ട് എന്റെ കുട്ടിക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റണില്ല, കുറച്ചല്ലേ തരുന്നുള്ളൂ എന്ന് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു. അബ്ദുള്ള, നീ എന്റെ മോനാണ്, നിന്റെ വാപ്പ ഖലീഫയാണ് എന്ന് പേര് പറഞ്ഞ് ഒരു മുസ്ലിമിന് ലഭിക്കുന്ന അവകാശത്തിൽ ഒരൽപ്പം പോലും നിനക്ക് ഞാൻ ഏർത്തരില്ല. ആ പേര് പറഞ്ഞ് വാപ്പാനെ കുറ്റം പറയണ്ട എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താ വിഷയം എന്നറിയോ? പേരക്കുട്ടിനെ കണ്ടിട്ട് അറിഞ്ഞില്ല. ആ രീതിയിലാണ് അന്നത്തെ കാലം. പോവാണ്, യുദ്ധം ഒന്ന് കഴിയുമ്പോഴേക്ക് അടുത്തത്, അപ്പോഴേക്കും വേറെ വിഷയം. അങ്ങനെയുള്ള കഷ്ടപ്പാടിനിടയിലല്ലേ അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ കൈകളിലേക്ക് എത്തിയത്. നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും വിഷമം അറിഞ്ഞോ? നമ്മളെന്ന് പറയാം, നമ്മൾ ഒരുപാട് ചെയ്തില്ലേ എന്ന്. തേരെ കാബേ കോ സീനോൻ സെ ലഗായേ ഹംനെ, തേരെ കാബേ കോ സീനോൻ സെ ലഗായാ ഹംനെ, തേരെ ഖുർആൻ को सीनों से लगाया हमने, तेरे काबे को जबीनों से बसाया हमने, तेरे कुरान को कौन से लगाया हमने. റബ്ബേ, ഞങ്ങളല്ലേ നിന്റെ കാബയുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് എമ്പാടും നെറ്റിപ്പണം ചുംബിച്ചത് ഞങ്ങളല്ലയോ? ഞങ്ങളെമ്പാടും നിന്റെ കാബയുടെ മുറ്റത്ത് വന്ന് സുജൂദ് ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ചവരല്ലേ ഞങ്ങൾ. എന്നിട്ടല്ലേ ഔറോക്കെ കാശാനെ ഹേ മഅമൂർ और बेचारे मुसलमान को फकत वादे हूर. എന്നിട്ടെന്തേ പടച്ചവനെ, ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നീ ഒന്നും തരാത്തത്? അമുസ്ലിമീങ്ങളുടെ ഖജനാവുകൾ നിറഞ്ഞു കിടക്കാൻ, അവർക്ക് ബിസിനസ് ധാരാളം, അവർക്ക് കച്ചവടം പിടിപിടിച്ചു. ന്യൂ ഇയറിന്റെ രാമായപ്പോൾ മദ്യക്കുട്ടികളുടെ ബിസിനസ്സുകൾ എത്രയാണ് നടന്നത്? മുസ്ലിമീങ്ങളുടെ കച്ചവടം ഒന്നും നടന്നില്ലല്ലോ. ബർഖ ഗിർത്തി ഹൈ തോ ഗിർത്തി ഹൈ, ബച്ചാരെ മുസൽമാൻ പർ, അപകടം വരുന്നത് മുസ്ലിമിന്റെ തലയിലും. റബ്ബേ, ഞങ്ങളല്ലേ കാബയെ നിങ്ങളുടെ നെറ്റിത്തടം കൊണ്ട് സജീവമാക്കിയത്, ഞങ്ങളല്ലേ ഖുർആൻ നെഞ്ചത്തോട് ചേർത്ത് വെച്ചത്. ഇഖ്ബാലിന്റെ ശിഖബയിലെ ചില വചനങ്ങളാണിത്. ഇതിന് അല്ലാഹു നൽകുന്ന മറുപടിയായി ഇഖ്ബാലും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തേരെ ആബാ മഗർ തും ക്യാ ഹോ, खेतो तेरे आबा मगर तुम क्या हो, हाथ पर हाथ धरे मुंतजिरे फरदा हो. ആ ചെയ്തതൊക്കെ നിന്റെ മുൻഗാമികളല്ലടോ കാബ് മോചിപ്പിച്ചത്. നിന്റെ മുൻഗാമികളല്ലേ കാബയ്ക്ക് വേണ്ടി പണിയെടുത്തത്. നിന്റെ മുൻഗാമികളല്ലേ യുദ്ധം ചെയ്തത്. നീ എന്ത് പണി ചെയ്തു? എയർ ടിക്കറ്റിനെടുത്ത് ഫ്ലൈറ്റിന് കോഴിക്കോട്ട് നിന്ന് പോയി
ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങി, എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ മക്കയിൽ പോയി ഇറങ്ങി, സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ച്, കഅബക്ക് ചുറ്റും ചൂടില്ലാത്ത നേരത്ത് തവാഫ് ചെയ്ത്, നീ പോരുന്ന ഈ പോരലാണോ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗം എന്ന് ഇഖ്ബാലിലൂടെ ചോദിക്കുകയാ. എന്താ നമ്മൾ ചെയ്തത്? ഇതാണോ നമ്മൾ നിന്റെ കഅബയെ ഞങ്ങൾ നെച്ചുകൊണ്ട് സജീവമാക്കി എന്ന് പറയുന്നത്? എന്ത് ത്യാഗമാണ് നമ്മളൊക്കെ ചെയ്തത്? സ്വന്തം മക്കളെ കാണാതെ, കുടുംബത്തെ കാണാതെ, വീട്ടുകാരെ കാണാതെ, പേരക്കുട്ടികൾ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരുപാട് ത്യാഗം ചെയ്ത കാലം ഞങ്ങൾ ഓർത്തുപോയി എന്ന് അബൂ അയ്യൂബ് അൻസാരി അന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞു. യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ഇസ്ലാം ഫതഹായല്ലോ. അല്ലാഹു ആയത്തിറക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ആയത്തിറങ്ങിയപ്പോ ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു. ഇനിയൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ലാതെ, ഒരു പടയണിയുടെ ആവശ്യമില്ലാതെ ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അൻസാരികളാണ് പരസ്പരം പറഞ്ഞു പോയത്, ഇനി നമുക്ക് നമ്മുടെ ഭാര്യമാരുടെ കൂടെയൊക്കെ കുറച്ചു നേരം ഇരിക്കാമല്ലേ, ഇനി നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിക്കാമല്ലേ, ഇനി നമ്മുടെ പേരക്കുട്ടികളൊക്കെ ഒന്ന് ഇരിക്കാമല്ലേ, കുറെ കാലമല്ലേ നമ്മൾ യുദ്ധം ചെയ്യുന്നത്, അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയൊന്ന് വിശ്രമിക്കാം, ഇനിയൊന്ന് വീട്ടിൽ പോയി ഇരിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് സൂറത്തുൽ ബഖറയിലെ ആയത്തിറങ്ങിയത്. بسم الله الرحمن الرحيم وأنفقوا في سبيل الله. നിങ്ങളുടെ വിലപ്പെട്ട സമയം കുടുംബത്തിന് മാത്രമായി മാറ്റിവെക്കല്ലേ. അള്ളാഹുവിനും ആവശ്യമുണ്ട്, ദീനിന് ആവശ്യമുണ്ട്, ദീനീ പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമുണ്ട്. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة. നിങ്ങൾ നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് ഞങ്ങളോട് ഖുർആൻ പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ്. എന്നല്ലാതെ റബ്ബിന് വേണ്ടി യുദ്ധത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുമ്പോ അവൻ നാശത്തിലേക്ക് പോയി എന്ന് നിങ്ങൾ പറയല്ല. അപ്പോഴല്ല ഈ ആയത്തിന്റെ സന്ദർഭം. ആയത്തിറങ്ങുന്നത് വീട്ടിൽ പോയി നമുക്ക് വിശ്രമിക്കാമല്ലോ എന്ന് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ചിന്ത വന്നപ്പോഴാ അള്ളാഹു ഈ ആയത്തിറക്കിയത് എന്ന് ആ യുദ്ധത്തിൽ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഴിയിൽ ഒരു പ്രയാസം വന്നാൽ, ഒരു മനുഷ്യൻ എമ്പാടും സമ്പത്ത് വാരിക്കോരി സ്ഥാപനങ്ങൾക്ക് കൊടുത്തു, ദീനിന് കൊടുത്തു, ദീനീ പ്രസ്ഥാനങ്ങൾക്ക് കൊടുത്തു, പള്ളിക്ക് കൊടുത്തു, മദ്രസക്ക് കൊടുത്തു എന്ന് വിചാരിക്ക. എന്നിട്ട് ആ മനുഷ്യനൊരു ദാരിദ്ര്യം വന്നാൽ നിങ്ങൾ പറയരുത് അയാൾ ദാരിദ്ര്യം വരുത്തി വെച്ചതല്ലേ എന്ന്. അവിടെ പറയേണ്ട വാക്കല്ല ഇത്. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നവരെ പറ്റിയല്ല ഇത് പറയുന്നത്. കൊടുക്കാതെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചവരെ പറ്റിയ നിങ്ങൾ നാശത്തിലേക്ക് എടുത്തു ചാടല്ലേ എന്ന് അള്ളാഹു പറഞ്ഞത്. അങ്ങനെയാ പറയേണ്ടത്. കച്ചവടം നഷ്ടാകുമ്പോ ചിലർ പറയാറില്ലേ, ഹാജിയാരെ തൊലഞ്ഞല്ലേ, ആജാതി കൊടുക്കലല്ലേ കൊടുത്തത്, 10 ലക്ഷം 20 ലക്ഷമൊക്കെയല്ലേ കൊടുത്തത്, അങ്ങനെ കൊടുത്തത് കൊണ്ടല്ലേ കൊലഞ്ഞത് എന്ന് പറയല്ല. സദഖ നൽകിയത് കൊണ്ട് ഒരാൾക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ലല്ലോ. ദാനം ചെയ്തവരെ പറ്റി അവൻ നശിച്ചു പോയി എന്ന് പറയല്ല. ഇവർക്ക് വളണ്ടിയർമാർ, പ്രവർത്തകന്മാർ, ഉദാഹരണമായി പറയട്ടെ, അവരെങ്ങാനും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടിച്ചാടി വാഹനങ്ങൾ നിയന്ത്രിക്കാനും വരുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും നടക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും തട്ടുമുട്ടി ഒരു കാല് മുറിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോ ജ്യേഷ്ഠൻ അനുജനെ കുറ്റം പറയരുത്, നീ അതിന് നാശത്തിനല്ലേ പോയത് എന്ന് പറയല്ല. ദീനിന് വേണ്ടി സംഭവിക്കുന്ന ഒരു അപകടത്തെ കുറിച്ചല്ല ഇങ്ങനെ പറയേണ്ടത്. പിന്നെയോ വീടുകളിൽ സുഖിക്കുന്നവരോടാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒന്നും കൊടുക്കാതെ കാശ് ബാങ്കുകളിൽ അട്ടിവെക്കുന്നവരെ കുറിച്ചാ അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ നാശത്തിലേക്ക് എടുത്തു ചാടല്ല, അത് നിങ്ങൾ അട്ടിവെക്കുമ്പോഴാണ് നാശത്തിലേക്ക് വരുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി പുറത്തിറങ്ങാതിരിക്കുമ്പോഴാ നാശത്തിലേക്ക് ഇറങ്ങുന്നത്. നാശത്തിലേക്ക് എടുത്തു ചാടല്ലേ എന്ന വാക്ക് എവിടെയാ പറയേണ്ടത് എന്ന് തിരുത്തുകയാണ് മഹാനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.